എൻ്റെ ഫോക്കസ് ആ സമയത്തൊക്കെ എങ്ങനെയും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണം എന്ന് അങ്ങനെയായിരുന്നു ആ സമയത്ത്. അമിതാഭ് ബച്ചൻ്റെ പഴയൊരു പപ്പു പാസ് ഹോ ഗയാ പറഞ്ഞിട്ട് ആഡുണ്ടായിരുന്നു. അത് ഞാനാ പാടിയത്. കാണാതെ കാറ്റോ താനെ തലോടാൻ വന്നുവോ. താങ്ക്ഫുള്ളി ഇറ്റ് ഗോട്ട് ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലി ഡേയ്സ്. സോ ബിക്കോസ് ഓഫ് വിച്ച് സർജറി വരെ പോകേണ്ടി വന്നില്ല. ഓക്കെ. ബിജി ബാലേട്ടന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു, അർജുനൻ സാക്ഷിക്ക് വേണ്ടിയിട്ട്. മൈ മോം ലവ്സ് ദാറ്റ് സോങ്. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഐ ഹാവ് എവർ സങ് എ സോങ്. എയർപോർട്ടിൽ നേരെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തു. ഐ വാസ് ഫ്രീ ബൈ ഈവനിങ്. ദാറ്റ് വാസ് കനലുകളാടിയ. ചെന്നൈയിൽ റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് തന്നെ ഞാൻ. ആൻഡ് ദാറ്റ് വാസ് എ സോങ് ഫോർ ലിജോ ജോസ് പെലിശ്ശേരീസ് സിറ്റി ഓഫ് ഗോഡ്. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം ശ്രീകുമാർ വാക്കിയിൽ. നമസ്കാരം ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സേയിങ് മൈ നെയിം കറക്റ്റ്ലി. ചേട്ടാ ഇപ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം എന്താ തോന്നുന്നത്? നമുക്ക് അങ്ങനെ പറയാൻ തുടങ്ങാമെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കാറില്ല, പക്ഷെ അങ്ങനെ ഒരാൾ പറയുമ്പോൾ സന്തോഷം. ഫീൽ ബ്ലെസ്ഡ്. നമ്മളെ ഇപ്പോൾ ചേട്ടൻ്റെ പേരെല്ലാവർക്കും അറിയാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ശ്രീകുമാർ വാക്കിയിലല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെൽഫീസ് വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു കലാകാരൻ അയാളുടെ ഡെബ്യൂ അല്ലെങ്കിൽ ഡെബ്യൂ എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ ഏറ്റവും ആദ്യം വന്ന ഹിറ്റ് സോങ് അല്ലെങ്കിൽ ഹിറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്തു വരുന്ന ഒരു ബുക്കായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അതിൽ എല്ലാവരും അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അനുരാഗ വിലോചനായി എന്നുള്ള പാട്ട് വരുന്ന സമയത്ത് ചേട്ടൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല, കൊള്ളാട്ടോ നല്ല പാട്ടുകാരൻ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പേര് മര്യാദയ്ക്ക് പറയാനറിയില്ല. ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു പയ്യനാന്ന് തോന്നണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഇത്ര മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരാണ്ടിരുന്നത്? ഒന്നും പ്ലാൻ ചെയ്തതല്ല ചെയ്തു. അത് ആ സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു താമസം. ഈ പാട്ട് പാടിയത് ബോംബെയിൽ വെച്ചായിരുന്നു അനുരാഗ വിലോചനായി. പിന്നെ ഇത് സാറിന് വേണ്ടി പാടിയ രണ്ടാമത്തെ പാട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് പാടിയപ്പോഴും ഞാൻ കേരളത്തിലേക്ക് വന്നിട്ടില്ല. മുല്ല പാടിയപ്പോൾ, പിന്നെ ഇത് പാടിയപ്പോഴും പാടി യു ക്യാരി ഓൺ വിത്ത് യുവർ ലൈഫ് ഫോർവേഡ്. അത് ഐ തിങ്ക് ഇത് പാടിയത് 2009 മെയ് മാസത്തിലാണ്. ഇത് റിലീസായത് നവംബർ ആ സമയത്താണ്. അതിനിടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്നു ലൈഫിൽ. അപ്പോൾ ഞാൻ അവിടെയാണ് ഫോക്കസ്. അപ്പോൾ എനിക്ക് ഐ ഹാവ് നെവർ പ്ലാൻഡ് ഓഫ് മൂവിങ് ടു കേരള. അങ്ങനെ എൻ്റെ ഫോക്കസ് ആ സമയത്തൊക്കെ എങ്ങനെയും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണം എന്ന് അങ്ങനെയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് നടന്നു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, അത്ര എനിക്ക് കാര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പിന്നെ വിളികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്താ ഓക്കെ. ആ സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഇത്ര വലിയ സംഭവം അല്ലല്ലോ. സോ ഒരു സംഭവം വൈറലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് അത് നമുക്കിപ്പോൾ ഫോണിൽ കൂടെ എല്ലാം മനസ്സിലാവണം. അത് ആൾക്കാർ വിളിക്കുമ്പോഴാണ് മനസ്സിലാവണം, കത്തുകൾ കിട്ടുമ്പോഴാണ് മനസ്സിലാവണം. പിന്നെ റാൻഡം കോൾസ് വരുമ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സും ബസ് ഡ്രൈവേഴ്സും ഇവരൊക്കെ എവിടെ നിന്നൊക്കെ എൻ്റെ പേര് അവരുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയിട്ട് അവരിങ്ങനെ വിളിക്കുമ്പോൾ ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയണം. പിന്നെ ഐ തിങ്ക് മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓൾസോ ഹാപ്പൻ ഫോർ എ ലീഡിങ് ചാനൽ. അവർ ബോംബെയിൽ അവരുടെ ദേ ഹാഡ് എ ലിറ്റിൽ ഓഫീസ്. അവർ ഒരു ന്യൂസ് ലൈവിന് വേണ്ടിയിട്ട് ദേ പുട്ട് മീ ഇൻ. ഐ തിങ്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എവർ മീഡിയ ഇൻട്രാക്ഷൻ. പക്ഷെ എനിക്ക് അതൊക്കെ സംഭവിച്ചത് പാട്ട് ഹിറ്റായി കുറച്ച് അതായത് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ സമയത്തും അല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നല്ലേ? ആയിരിക്കാം. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് ഈ പാട്ട് ഇറങ്ങിയ ഉടനെ ഹിറ്റായി. അപ്പോൾ സിനിമ വരണതിൻ്റെ മുമ്പ് തന്നെ ഇത് ചർച്ചയിലായിരുന്നു. ആൻഡ് ആ സമയത്താണ് ഐ തിങ്ക് ഈ ഇൻ്റർവ്യൂ നടന്നത്. പിന്നെ സിനിമ റിലീസായപ്പോൾ ബിക്കോസ് പീപ്പിൾ വർ കോളിങ് മീ ആൻഡ് എവരിവൺ സെഡ് ഇത് വലിയ സംഭവം. അപ്പോഴാണ് ഞാൻ ഒന്ന് നാട്ടിലേക്ക് പ്ലാൻ ചെയ്തത്. ട്രിവാൻഡ്രത്തിലേക്കാണ് ഞാൻ പോയി. അതും ട്രിവാൻഡ്രത്തിലേക്ക് വന്നത് ഞാൻ എന്തോ പേഴ്സണൽ റീസണിനാണ്. അത് ആ സമയത്ത് പിന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ സിനിമ പോയി കാണാമെന്ന് വിചാരിച്ചു. അത് പോയി കണ്ടു. അത് കണ്ട സമയത്ത് അവിടെ തിയേറ്ററിൽ പ്രൊഡക്ഷൻ്റെ ടീം ഉണ്ടായിരുന്നു. ദേ റിക്കഗ്നൈസ് മീ. ഇരുട്ടിൽ തന്നെ. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് ഹാപ്പൻ. ഞാൻ എൻ്റെ അമ്മാവനും അമ്മായിയുടെയും കൂടെ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ പാട്ട് നടക്കുമ്പോൾ ആൾക്കാർ
ഈ കൈ കൊട്ടുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദ സോങ്. ആൻഡ് ദെൻ സമ്മൺ സഡൻലി ആ പാട്ട് കഴിഞ്ഞുകൊണ്ടിങ്ങനെ തോളത്ത് പിന്നെന്നും വിളിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അയാൾ ഇരുട്ടത് കാണാനും കുറച്ച് നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഒരു പേടി പോലെ തോന്നി, എന്തിനാണോ വിളിക്കണത്. ബട്ട് ഈ ദ മൊമെൻറ്റ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ചെയ്തില്ല, എന്താ മാഷ നിങ്ങൾ ചെയ്യണത്, നിങ്ങൾ ശ്രീകുമാർ വാക്കിയല്ലോ. ഞാൻ പറഞ്ഞു എന്താ മാഷ നിങ്ങളെ തിരയാത്ത സ്ഥലമല്ല. പറഞ്ഞു ഓക്കെ ഫൈൻ. എന്നിട്ടാണ് ദേ സ്റ്റാർട്ടഡ് ഇൻവോൾവിങ് മീ ഫോർ സം ഇൻ്റർവ്യൂസ് എന്നോ. പക്ഷേ ഇതൊരിക്കലും ഒരു പ്ലാൻഡ് അല്ല. നീദർ ഡിഡ് ഐ പ്ലാൻ ടു സ്റ്റേ അവേ, നോർ ഡിഡ് ഐ പ്ലാൻ ടു ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് വാസ് ഞാൻ എൻ്റെ പാട്ട് പാടി അതെൻ്റെ ജോലി കഴിഞ്ഞു അവിടെ. അതിനപ്പുറം ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ മുല്ലയുടെ കാര്യം കൂടി പറയുകയാണെങ്കിൽ, മുല്ലയാണ് ആദ്യം വന്നത്, വിദ്യാജിയുടെ പാട്ട്. അത് കഴിഞ്ഞിട്ടാണ് വിദ്യാജി അനുരാഗ വിലോചനായി തരുന്നത്. പക്ഷേ മുല്ല ഒരു ഹിറ്റായിരുന്നെങ്കിലും മുല്ല ഇങ്ങനെ പതിയെ, അതായത് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച ഇങ്ങനെ ഹിറ്റാവുന്നു. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന വൈറൽ എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ അനുരാഗ വിലോചൻ്റെ ഒരു വൈറലായിരുന്നു. ഒട്ടനെ തന്നെ അങ്ങോട്ട് കത്തി കയറുന്ന ഒരു സീൻ. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ അന്ന് ബോളിവുഡ് സിംഗർ ആവാനായിട്ടായിരുന്നു നോക്കിയിരുന്നെന്ന് പറഞ്ഞില്ലേ. എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ആരുടെയൊക്കെ പാട്ടുകൾ പാടണമെന്നായിരുന്നു അന്ന് കൊതിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റുഡിയോയിൽ പോവുകയായിരുന്നോ, ഡെമോ കൊടുക്കുമായിരുന്നു, എന്തൊക്കെയാണെന്ന് നടന്നത്? അന്നും ഇന്നും when it comes to singing for someone, it has always been like I want to sing. അപ്പോൾ എവിടുന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടണോ അത് വിത്ത് ഓപ്പൺ ഹാൻഡ്സ്, ഓപ്പൺ ഹാർട്ട് ഐ വുഡ് ആക്സെപ്റ്റ് ഇറ്റ്. സോ പക്ഷെ ആ സമയത്ത് വലിയ വലിയ പേരുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തെ പേരുകളായാലും ഇപ്പോൾ വലിയ പേരാണ്, പക്ഷെ ആ സമയത്ത് അത്ര ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ബോംബെയിൽ. ഞാൻ 2004 3 4 ഞാൻ ബോംബെയിലേക്ക് പോയത്. അതും ഒരു റിയാലിറ്റി ഇവൻറ്റ് ZTVയിലത്തെ സാരേഗാമപ്പ ജയിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോയത്. സോ അവിടുന്ന് പിന്നെ ആസ് ദേ സേ യു നീഡ് എ ഗോഡ് ഫാദർ. ബാക്ക് ദെൻ you don't have Instagrams and Orkut ഉണ്ടായിരുന്നു, but you don't use all these platform for your talent. ഞാൻ ന്യൂസ് പേപ്പേഴ്സ് എന്നും വാങ്ങിച്ച് അതിന് ഓരോ നമ്പേഴ്സ് അവിടുന്ന് അതിൽ ആഡ്സ് ഉണ്ടാവും, ലുക്കിംഗ് ഫോർ സിംഗേഴ്സ്, ഓരോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അത് ഓരോന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സ്വയം അവിടെ വിളിച്ച് ഡെയിലി ഒരു 1.5 മണിക്കൂർ PCOയിൽ പോയിട്ട് നിൽക്കും, കോയിൻ ഇട്ടിട്ട്. അത് ഡെയിലി ആയിരുന്നു. കുറേ കോയിൻസ് ഉണ്ടാവും, എന്നും പോവും അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന്. ആരുടെയൊക്കെ ഓഫീസുകളിലേക്ക് വിളിക്കുക? ഐ മീൻ എനി വൺ, ആരുടെ നമ്പർ കിട്ടണോ അവരെ വിളിക്കും. എന്നിട്ട് അപ്പോൾ പറയാൻ ആകെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ സാരേഗാമ വിന്നറാണ്, അപ്പോൾ എനിക്ക് പാടാൻ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഓൾസോ ദാറ്റ് ടൈം ഈ ടെലിഫോൺ ഡയറക്ടറീസ് ഉണ്ടായിരുന്നു. ഇന്ന് ഐ ഡോണ്ട് തിങ്ക് യെല്ലോ പേജ് കറക്റ്റ്. അപ്പോൾ അതിൽ പല സ്റ്റുഡിയോസിൻ്റെയും കിട്ടും, പല ചിലപ്പോൾ കമ്പോസേഴ്സിൻ്റെ ഒക്കെ പേരുണ്ടാവും. ചില സ്റ്റുഡിയോസിൽ ഈ മ്യൂസിക് ഡയറക്ടേഴ്സും കമ്പോസേഴ്സും അവരുടെ ഒരു ഡയറക്ടറി ഉണ്ടാവും. സോ വെൻ യു ഗോ ദർ യു നോട്ട് ഡൗൺ നമ്പേഴ്സ്. ഇപ്പോൾ പിന്നെ അവരൊക്കെ വിളിക്കുക റാൻഡമായിട്ട്. അപ്പോൾ യു മേക്ക് 100 calls and out of that maybe some 5 people will entertain. അങ്ങനെയാണ്. ആൻഡ് എൻ്റർടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ദേ വോണ്ട് സംതിങ്. പറഞ്ഞാൽ മാത്രം പോരാ, അവർ കേൾക്കുന്നത് ഞാൻ വിന്നറാണെന്ന് പറഞ്ഞ കാരണം അവർ പറയൂ എന്താണപ്പോൾ എന്ന് പറയും. അത് കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു സെൽ ഇറ്റ്. സോ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് ഡെമോ റെക്കോർഡ് ചെയ്തിരുന്നു, 2-3 പാട്ടുകൾ. അത് കൊണ്ടുപോയി CD-യിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് വേണ്ടി പാടിയ പിന്നെ അവരുടെ അടുത്ത് പിന്നാലെ നടക്കും ആ പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് CD-യിലേക്ക് ആഡ് ചെയ്യും. പിന്നെ ആ പാട്ട് കൊണ്ടിട്ട് അടുത്ത ആളേക്ക് പോകും. മനസ്സിലായി. അങ്ങനെ 1 person at a time. പിന്നെ ചിലപ്പോൾ അവർ തന്നെ റെഫർ ചെയ്യും, ഞാൻ കുറച്ച് നമ്പർ തരാം, ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഗ്രാജ്വലി ആൾക്കാരെ വിളിച്ചിട്ടാണ് ബോംബെയിലായി. ഇറ്റ് ടുക്ക് ഇയേഴ്സ്. 2004 മുതൽക്ക് ഐ തിങ്ക് 2009-10 ഞാൻ വിട്ട അവിടുന്ന്. എനിക്ക് തോന്നുന്നു ഈ വിളികൾ തന്നെയാണോ ശാന്തനു മൊയ്ത്രിയിലേക്ക് എത്തിച്ചത്? അതെ. ശാന്തനു മൊയ്ത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് അതെങ്ങനെ പുള്ളിയുടെ നമ്പർ കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വിളിച്ച് ഇങ്ങനെ എന്തോ ഡെമോ കൊടുത്തു. പിന്നെ പുള്ളി ആ സമയത്ത് കാഡ്ബറീസിൻ്റെ ഒരു ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് സീൻ ദാറ്റ് അമിതാഭ് ബച്ചൻ്റെ പഴയൊരു പപ്പു പാസ് ഹോ ഗയാ പറഞ്ഞിട്ട് ആഡ് ഉണ്ടായിരുന്നു. അത് ഞാനാ പാടിയിരുന്നത്. ഓ അത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ആഡ് ഉണ്ട്. അത് പിന്നെ അത് എല്ലാ ലാംഗ്വേജസിലും പാടിയിരുന്നു ഞാൻ, ഹിന്ദിയും അല്ലാണ്ട്. ഇറ്റ് വാസ് എ വെരി ഹ്യൂജ് ആഡ് ആൻഡ് ഇറ്റ് വാസ് ഡബ്ഡ് ഇൻ ഓൾ ലാംഗ്വേജസ്. സത്യം. സോ ഐ തിങ്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് വർക്ക് വിത്ത് ശാന്തനു മൈത്ര. പുള്ളി അത് വിളിച്ച് പുള്ളി ആ സമയത്ത് വമ്പൻ ഹിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ, പരിണീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ. പരിണീതിയാണോ പരിണീത, പിയ പോലെ, പിയു പോലെ, പിയു പോലെ, കറക്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണിത്. പിന്നെ അവിടുന്ന് കുറച്ച് പിന്നെ കൊളാബറേഷൻസ് പിന്നെ പുള്ളിയുടെ കൂടെ ഉണ്ടായി. വേറെയും കുറച്ച് ആഡ് ചെയ്തിരുന്നു. പിന്നെ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ ലഗേരോ മുന്നവായി, ഏക് ലവ്യ, 3 Idiots, കാൻ റീകളക്ട്, അങ്ങനെ 3-4 പിക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു പാട്ടുകൾ പാടിയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിറയെ പാടിയിട്ടുണ്ട് പുള്ളിയുടെ അല്ലേ. പിന്നെ അത് കൂടാതെ ഐ തിങ്ക് ദർ വാസ് ഒരു പാട്ടിൻ്റെ ഒരു സാഡ് വേർഷനും പാടിയായിരുന്നു. പൽ 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 അന്ന്. ഐ ഡോണ്ട് നോ, ഇവൻച്വലി പുറത്തേക്ക് ഓഫ് കോഴ്സ് ഇറ്റ് ഡിഡ്ന്റ് കം. എഡിറ്റിൽ പോയതായിരിക്കാം, സിഡിയിലും ഇല്ല. ഇല്ല അത് അങ്ങനെ. നമുക്ക് വിദ്യാർത്ഥിയിലേക്ക് വരുന്ന കാര്യം പറയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഹിറ്റ് പറഞ്ഞില്ലെങ്കിൽ അതൊരു ഭയങ്കര മോശമായി പോകുന്നതാണ്. കാണാതെ ഞാനിങ്ങനെ ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ ചോദിച്ചു, സേജേട്ടൻ ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ശ്രീകുമാരൻ പാടിയിരിക്കുന്ന ടച്ചസ് എനിക്ക് പാടാൻ പറ്റുമെന്ന് ഞാൻ 2-3 പ്രാവശ്യം പാടി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ നമുക്ക് കാണാതെയുടെ 2-3 വരികൾ പാടിത്തരൂ, എന്നിട്ട് നമുക്ക് ആ കഥയിലേക്ക് അടക്കാം. റെക്കോർഡിങ് എങ്ങനെയായിരുന്നു, ഇവിടെ വെച്ചായിരുന്നു, അല്ലെങ്കിൽ ചേട്ടൻ മുംബൈയിലേക്ക് പോയി, വിശാൽ ഇങ്ങോട്ട് വന്നോ, എന്താണ് സംഭവിച്ചത്, ചെന്നൈയിലായിരുന്നോ, അങ്ങനെയുള്ള കഥകൾ. ഓക്കെ, ഞാൻ സേതുവിനോട് പറഞ്ഞില്ലേ തൊണ്ട കുറച്ച് ഞാൻ ചെറുതായിട്ട് മൂളാണ് കേട്ടോ. കാണാതെ കാറ്റോ താനെ തലോടാൻ വന്നുവോ, എൻ വാതിൽ ചാരി ചാരെ തൊടാനായി നിന്നുവോ, ഇതു കഥയോ കനവിനിതളുകളാണോ, ഇതുവരെ ഞാൻ തിരയുമൊരു നിനവാണോ, എന്താണോ കാണാതെ കാറ്റോ താനെ തലോടാൻ വന്നുവോ. അതിനകത്ത് എല്ലാ ടച്ചസും അടിപൊളി കേട്ടാ. അതെന്താ പറയാ, എനിക്കത് ചേട്ടനോട് നേരിട്ട് പറഞ്ഞൊന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ചേട്ടനത് അത് കഴിഞ്ഞിട്ട് എന്താവോ അതും കഴിഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, താനെ തലോടാൻ വന്നു. അതൊക്കെ എൻ്റെ പൊന്നോ അതെങ്ങനെയാണ് അങ്ങനെ പാടുന്നത്. ഞാനിത് ശ്രമിക്കുകയാണ്, പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് പറയാനായിട്ട്. എങ്ങനെയായിരുന്നു ഇവിടെ റെക്കോർഡിങ് സംഭവിച്ചു? ഷാൻ ചബ്ര എങ്ങനെയാണ് ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇവിടെ വന്നോ, അല്ലെങ്കിൽ ചേട്ടൻ മുംബൈക്കോ, അല്ലെങ്കിൽ ചെന്നൈയിലായിരുന്നു, എന്താ സംഭവിച്ചത്? ഓക്കെ, പാടിന് മുമ്പ് ഞാൻ പാടിയിലെ ഒരു വാക്ക് എന്ന് വെച്ചാൽ ലാന്ന് വന്നു കേട്ടോ. കേൾക്കുന്നവർ പാർഡൺ മീ ഫോർ ദ മിസ്റ്റേക്ക്. പക്ഷേ ഇത് റെക്കോർഡിങ്ങിന് പാടുമ്പോൾ ഇതെനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അത് പറയാൻ കാരണം ഇഷാനെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട്. എന്നെ അപ്രോച്ച് ചെയ്യണത് ഇഷാനല്ല, ഫിലിമിന് ഡയറക്ടറാണ് ഏബ്രിഡ് ഷൈൻ. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ സോങ് അയച്ചു തരണത്. എന്നിട്ട് ഇതൊന്ന് ശ്രീകുമാർജി ട്രൈ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർലി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തമ്പുരൂല് പാടിയിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് സ്കെയിൽ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഈ സ്കെയിൽ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടാവും, ഞാൻ തന്നെ പാടണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എനിക്ക് കംഫർട്ടബിൾ എന്ന്. അപ്പോൾ ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റഡ്, സോ ഹി സെഡ് ഞാൻ പറയാമെന്ന്. അപ്പോൾ ഈശാനോട് പറഞ്ഞിട്ട് അപ്പോൾ അത് സ്കെയിൽ താഴത്തേക്കാക്കി. എന്നിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ സ്റ്റുഡിയോയിൽ പോണതിന് മുമ്പ് ഈശാനോട് ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചു. എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ, ഇത് ഈ റൂട്ട് കൂടെ സഞ്ചരിക്കട്ടെ ചോദിച്ചു. ഈശാൻ പറഞ്ഞു ആയിക്കോട്ടെ, വാട്ട് എവർ ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ് പറഞ്ഞു. ഓക്കെ. പിന്നെ സ്റ്റുഡിയോ ബൂത്തിൽ പോകുമ്പോൾ
ഞാൻ ഇതിനു മുമ്പ് പാടിയ പാട്ടുകളിൽ 2 തരം എക്സ്പീരിയൻസസ് ആണ്. ഒന്ന്, കമ്പോസർ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ വെൻ യു ഹാവ് പീപ്പിൾ ലൈക്ക് വിദ്യാസാഗർ സർ നോസ് exactly what he wants. He's very particular about it. So you just have to like ഇങ്ങോട്ട് സമർപ്പിക്കുക, എന്താ സാറ് പറയണ ആ റൂട്ട് കൂടെ ഇങ്ങോട്ട് പോവാം. സോ ഈസ് റൈറ്റ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഹീൽ ബ്രിങ് ഇറ്റ് ഔട്ട് ഓഫ് യു. അതങ്ങനെ. സെക്കൻഡ് ഇസ് എക്സ്പീരിയൻസസ് വിത്ത് ലൈക്ക് പ്രശാന്ത് പിള്ളൈ, വേർ ലോട്ട് ഓഫ് ടൈംസ് ഞാൻ പാടി അയക്കുകയാണ്, അത് പുള്ളി ഇല്ല റെക്കോർഡിങ് ചെയ്യാൻ, അവനുണ്ടാവില്ല. ഇത് വേറെയും കമ്പോസേഴ്സ് ഉണ്ട്, അവരിങ്ങനെ നമ്മൾ പാടി അയച്ചാൽ മതി, അവർക്കൊരു വിശ്വാസമാണ്, അവർ ശ്രീകുമാർ അയച്ചാൽ തന്നാൽ മതി പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിൽ വരണമെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക്. സോ വെൻ ദ കമ്പോസർ ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ദ ചാലഞ്ച് ഇസ് എക്സാക്ട്ലി അത് കൊണ്ടുവരിക. വെൻ ഹീ ഈസ് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു, യു ഹാവ് ടു ഇമാജിൻ വാട്ട് ഡസ് ഹി നീഡ്. ഓക്കെ, എന്താ വെച്ചാൽ ഒരു വരി നമുക്ക് പലതരത്തിലും പാടാൻ പറ്റും. വേറെയും പല ബൃഹകൾ ഇടാൻ പറ്റും, ചിലപ്പോൾ വേണമെങ്കിൽ വേറെ തരത്തിൽ ഇമോഷൻ പറ്റും. പക്ഷേ പുള്ളിയുടെ മനസ്സിൽ എന്താണ് എങ്ങനെ അറിയുമ്പോൾ അപ്പോൾ ഓവറോൾ ഒരു മൂഡ് മനസ്സിലാക്കും. അത് കഴിഞ്ഞ ഒരു ഡാർക്ക് റൂമിലാണ് നിങ്ങളിങ്ങോട്ട് നടന്നു പോവാണ്, അത് ബുൾസായി ഹിറ്റായിച്ചായി അങ്ങനെയാണ്. സോ ദാറ്റ്സ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഹിയർ ഇൻ വൈൽ സിംഗിങ് കാണാതെ ദ കമ്പോസർ ഇസ് നോട്ട് ദർ, ബട്ട് ദ ഡയറക്ടർ ഇസ് ദർ. Now director is not looking at the song musically. He is looking at the character. അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മൂഡ് എന്താണെന്നുള്ള. എക്സാക്ട്ലി. അപ്പം നമ്മൾ മ്യൂസിക്കലി ചിന്തിക്കുന്നത് ചിലപ്പോൾ പുള്ളിക്ക് വർക്കൗട്ട് ആവില്ല. അവർ പറയും അയ്യോ അതാണ് ആ ക്യാരക്ടർ ഇങ്ങനെയാണ്. സോ വി മൈ തിങ്ക് ഇതൊരു പാട്ടിനെ നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ആഡ് ദീസ് തിങ്സ്, ബട്ട് ഹീ ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. മൈ ക്യാരക്ടർ ഡസൻ വാണ്ട്, ആ ക്യാരക്ടറിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഹി മൈറ്റ് നോട്ട് റിക്വയർ ദാറ്റ്. സോ ഇത്ര എംബലിഷ്മെൻറ്റ്സ് വേണ്ട എന്ന് പറയും. സോ ദിസ് വാസ് എ ന്യൂ ഇൻട്രാക്ഷൻ ഫോർ മീ. ഇപ്പോൾ പുള്ളിയുടെ മുമ്പിൽ പാടുമ്പോൾ പലതും ചിലത് ഇങ്ങനെ വേണോ, പറയുന്നത് വേണ്ട, ഇങ്ങനെ മതി, സിമ്പിൾ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ സിമ്പിളിനും ഇപ്പോൾ നമുക്ക് ആ പാടുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഗ്രാജുവലി പാടി then I think he started having more faith in me. So he was like, okay, do whatever you want to. അതങ്ങനെ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു ചെറുതായിട്ട്. ജസ്റ്റ് wanted to ensure ki കൂടുതലൊന്നും ചെയ്യാണ്ട് സട്ടിലി എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് പിന്നെ ടുവേർഡ്സ് ദി എൻഡ് കുറച്ചൊന്ന് ഫ്രീ ആവാൻ ചാൻസ് കിട്ടി. അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ട്. സോ ഇറ്റ് വാസ് എ നൈസ് ജേർണി ഫോർ മീ, മെയിൻലി ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ മ്യൂസിക്കാലിറ്റി ടു ബി ഷോൺ, but also understand a non-musical but creative person's perspective. He has a larger responsibility of the entire film. So when he's looking at the song, he's looking at the bigger picture. So adu മനസ്സിലാക്കിയിട്ട് ഓവർഡു ചെയ്യാണ്ട് മ്യൂസിക്കലി പിന്നെ സാറ്റിസ്ഫൈ ആവുന്ന ഒരു റെൻഡിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചാലഞ്ചായിരുന്നു. ബട്ട് നൗ വെൻ യു സേ ദാറ്റ് വെൻ it resonated with you or if you liked it, that's a little victory for me then. അല്ലെങ്കിൽ അത് ചിലതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പാടണം, പക്ഷെ ആ സ്ട്രെയിറ്റ് പാടലും ഇങ്ങനെ ഫീൽ കൊണ്ടുവരാൻ പറ്റുന്നത് എപ്പോഴും ഒരു ചാലഞ്ചാണ്. അതെനിക്ക് പലപ്പോഴും തോന്നുന്നതാണ്. നമ്മൾ ഐ ഓൾവേസ് ഫീൽ simplest the song, the more challenging it is to render, because there's nothing to do. ഒരു പാട്ടിൽ കുറേ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കവറാവും കോമ്പോസിഷൻ വൈസ്. പക്ഷെ ഒരു സ്ട്രെയിറ്റ് സോങ് ആണെങ്കിൽ ദെൻ വാട്ട് ഡു യു ആഡ്? ചിലവർക്ക് വോയിസ് ഉണ്ട്, ചിലവരുടെ വോയിസ് ബാരോട്ടോൺ ആവും, ചിലവർ വോയിസിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടർ വോയിസ് എടുത്ത് നമ്മളൊരു പാട്ട് അവർ സ്ട്രെയിറ്റ് ആയിരിക്കും പാടുന്നത്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ സൗണ്ടിങ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ വോയിസ്. But if someone doesn't have a particular character, if it's a clean voice, like I've been told I have a very clean voice. So then what do I add? When songil paladum illa, song simple aanu. So it kelkumbo simple ആയി തോന്നും, പക്ഷെ അത് എനിക്ക് പാടാൻ എപ്പോഴും I feel it's a challenge because അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. അതിലെങ്ങനെ അത് ഫീലാക്കാൻ, കേൾക്കുന്നവർക്ക് എങ്ങനെ അത് ഫീലാവും, അത് ആ ഫീല് കൊണ്ടുവരിക, അതൊരു ചലഞ്ചാണ് എപ്പോഴും എനിക്കത്. സോ ഐ ഫീൽ ദ സിംപിളർ ദ സോങ് ദ മോർ ചാലഞ്ചിങ് ഇറ്റ് ഈസ് ടു സിങ്. ഇപ്പം ഐ റിമെമ്പർ പണ്ട്
ബിജിബാലേട്ടന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു, അർജുനൻ സാക്ഷിക്ക് വേണ്ടിയിട്ട്. മൈ മോം ലവ്സ് ദാറ്റ് സോങ്. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഐ ഹാവ് എവർ സങ് എ സോങ്. ഇറ്റ് വാസ് എ ഫാസ്റ്റ് നമ്പർ. പക്ഷെ ഫാസ്റ്റ് നമ്പർ അത് കേൾക്കുമ്പോൾ there are a lot of things happening. But I think I recorded that in like 15-20 minutes. It was easier for me to quickly go through it. But when there's a simple song, then you have to just feel, then your voice have to be projected in a particular manner. So it becomes challenging. So coming back to your question, yes, Kanade was experienced in a different way for me. And I'm glad you're liking it. ചേട്ടാ, ഇപ്പോൾ നമ്മൾ കാണാതെയുടെ ആ ഒരു സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും വിദ്യാജിയിലേക്ക് എത്തണം. വിദ്യാജിയിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ കോളിലൂടെയാണോ അല്ലെങ്കിൽ ഡെമോ കൊടുത്ത് അങ്ങനെയാണോ സംഭവിക്കുന്നത്? അതേപോലെ റെക്കോർഡിങ്സ് എവിടെയായിരുന്നു? 2 പാട്ടും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് മുല്ലയിലെ പാട്ട് നോക്കാം, അതേപോലെ തന്നെ നമുക്ക് അനുരാഗ വിലോചനായി നോക്കാം. വർഷവല്ലകിയിലായിരുന്നു റെക്കോർഡിങ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തിയത്? ഇപ്പോൾ ഭയങ്കര എളുപ്പമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താനായിട്ട്. എങ്ങനെയാണ് ആ ജേർണി സംഭവിക്കുന്നത്? എങ്ങനെയാണ്? A lot happened ആ സ്റ്റോറിയിൽ. പക്ഷേ how much should I share? What length? Vidyaji, I mean, I had no connection അവിടേക്ക്. ആരോ എന്നോട് പറഞ്ഞിരുന്നു, അച്ഛൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിരുന്നു, he often plays, he's an instrumentalist, a very renowned instrumentalist now. പക്ഷേ ആ സമയത്ത് he had moved to Chennai and he was often playing for വിദ്യാജി. സോ he had ടോൾഡ് അച്ഛൻക്ക് എൻ്റെ വല്ല സി ഡി വല്ലെന്നുണ്ടെങ്കിൽ അയക്കൂ, അപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ അത് ഞാൻ അയച്ചിരുന്നു. പിന്നെ ഒന്നും നടന്നില്ല അവിടെ. ഐ ഡോണ്ട് തിങ്ക് ഹി ഹേർഡ്. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. പിന്നെ ഞാൻ അറിയുന്നത്, ഞാൻ ബോംബെയിലാകുമ്പോൾ ഒരു ആഡ് ഫിലിമിന് വേണ്ടി പാടിയിരുന്നു, പിഡിലൈറ്റിൻ്റെ. ഇറ്റ് വാസ് എ സ്പൂഫ്, ഒരു പാരഡി ആയിരുന്നു, പഴയ റഫി സാബിൻ്റെ പാട്ടിൻ്റെ ഒരു പാരഡി ആയിരുന്നു. അത് ഞാൻ പാടിയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറഞ്ഞിരുന്നു, ഇത് സി ഡിയിൽ വെക്കണ്ട, ഇതിപ്പോൾ അത്ര കേമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇത് അവോയ്ഡ് ചെയ്യുന്ന പാട്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നത് ആ പാട്ട് സാറ് ടി വിയിൽ കേട്ടു എന്നാണ് തോന്നുന്നു. ഓക്കെ. ആൻഡ് അത് കേട്ടിട്ട് ആൻഡ് ദെൻ ഐ തിങ്ക്, ഐ ഡോണ്ട് നോ ഇഫ് യു ഹേർഡ് ദ സി ഡി ആൻഡ് ഓൾ, ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ ഇത് കേട്ടു എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ആൻഡ് ഹീ കോൾഡ് അപ്പ് ബോംബെയിൽ ലതാ മങ്കേഷ്കർജിയുടെ സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ പേര് സ്വരലതയോ, ഐ തിങ്ക് സ്വരലത എന്നാണ്. അങ്ങോട്ട് വിളിച്ച് അവിടുന്ന് അവരെങ്ങനെ എന്നെ കണ്ടുപിടിച്ചറിയില്ല, അത് ഈ സിംഗർ ആരാണെന്ന് കണ്ടുപിടിച്ച്, എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാനേജർ എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനേജർ വിളിക്കുന്ന ദിവസം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് കവറേജ് കുറവായിരുന്നു. അപ്പോൾ പുള്ളി വിളിച്ചു, എന്നോട് സംസാരിച്ചു, എന്നിട്ട് ശരി എന്നാൽ ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് വോയിസ് എനിക്ക് മനസ്സിലായില്ല, കട്ടായത് എന്താണെന്ന് എനിക്കറിയാം. ഇത് നിങ്ങളാണോ പാടിയത്? ഞാൻ പറഞ്ഞു ആ ഓക്കെ. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ചോദിച്ചു എന്തിനാണോ വിളിച്ചത്, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കും അങ്ങനെ. അപ്പോൾ പിന്നെ അതിൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 ആഴ്ച വരെ ഞാൻ വെയിറ്റ് ചെയ്തു, ഇങ്ങനെ എന്തിനാണോ വിളിച്ചത് പറഞ്ഞത്. പക്ഷെ പിന്നെ പേഷ്യൻസ് പോയപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. എന്തിനാ വിളിച്ചത്? അന്ന് സാറ് വിളിച്ചിരുന്നു, എന്തിനാ വിളിച്ചത്? ശരിക്കും അതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ആദ്യം അവർ ഞാൻ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് പറയണത് ശ്രീകുമാർ ചെന്നൈയിലെത്തിയോ? ഞാൻ പറഞ്ഞു ഞാൻ ചെന്നൈയിൽ എന്തിനാ വരണം? അതല്ല ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞേ, എപ്പോഴാണ് പറ്റുവെച്ചൊന്ന് ചെന്നൈയിലേക്ക് വരും, സാറിനെ കാണണമെന്നുണ്ട് ശ്രീകുമാർ. ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ അതൊരിക്കലും കേട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല അത്. അപ്പോൾ ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ബിക്കോസ് ഓഫ് ദ നെറ്റ്വർക്ക് ഇഷ്യൂ ആ സംഭവം ഞാൻ കേട്ടില്ല. പക്ഷേ താങ്ക്ഫുള്ളി ഐ കോൾഡ് ഹിം. അതർവൈസ് അതൊരിക്കലും സംഭവിക്കില്ല. എന്തുകൊണ്ടാണ് ആ ഇംപേഷ്യൻസ് വോട്ടെവർ, ആ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഒന്ന് വിളിച്ചു പോയതാണ്. അപ്പോൾ പറഞ്ഞു യാ ഐ ടോൾഡ് യു ടു കം ടു ചെന്നൈ വെനെവർ യു ക്യാൻ. ഐ സെഡ് ഓക്കെ, കമ്മിങ് റൈറ്റ് അവേ. അപ്പോൾ ഐ തിങ്ക് വിതിൻ എ വീക്ക് ഐ പ്ലാൻഡ് എ ട്രിപ്പ് ടു ചെന്നൈ. ചെന്നൈയിൽ വന്ന് സാറിനെ കണ്ടു, സാറ് കണ്ട് സംസാരിച്ച് സാറ് സ്റ്റുഡിയോയിൽ കുറേ പാടിപ്പിച്ചു തന്നെ മൈക്കിൽ. സാറിന് മനസ്സിൽ തോന്നുന്നതൊക്കെ, സാറിൻ്റെ ഫേവറേറ്റ് പാട്ടുകൾ, അതൊക്കെ ഹിന്ദി പഴയ പാട്ടുകളൊക്കെ പാടിച്ചു. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് സാറിന് അറിയണം ഞാൻ മലയാളിയാണെന്ന്. ഹി നെവർ ന്യൂ ആം എ മലയാളി.
then he said ki I have a song for you, Tamil paatana. So can you stay here for in Chennai for some time? വല്ല ആരെങ്കിലും ഉണ്ടോ അവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് ഐ ക്യാൻ സ്റ്റേ ബാക്ക് ദർ. സോ ഇത് റെക്കോർഡിങ്ങിന് കുറച്ച് സമയമുണ്ട്, യു സ്റ്റേ ബാക്ക്, ഞാൻ പറയാം, ഞാൻ വിളിക്കാം. ഓക്കെ. അത് കപ്പിൾ ഓഫ് ഡേയ്സ് ഒരാഴ്ചയായി there was no response from him. So I called him up also. So he was like, still some talks happening, project wise delay ഉള്ളതാണ്. എന്തായാലും in a week or 10 days അവിടെ ചേഞ്ചിങ് വെതർ, ദ റിട്രീറ്റിംഗ് മോൺസൂൺസ്, സൈക്ലോണിക് ടൈമില്ലേ ചെന്നൈയിലത്തെ, അത് കാരണം ഐ ഫെൽ സിക്ക്. ഞാൻ വെൻ ഐ ഫെൽ സിക്ക് ഹി കോൾ മീ ഫോർ ദ റെക്കോർഡിംഗ്. അയ്യോ. ആൻഡ് ബട്ട് ഐ കുഡൻ, ഐ വാസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ്, സോ ഐ കുഡൻ സിങ്. സോ ഈ സെഡ് സാറില്ല ശ്രീ, നമുക്ക് വേറെ നോക്കാം, എന്തായാലും ശ്രീ തിരിച്ചു പോയിക്കോളൂ, വേറെ വല്ലതും പാട്ട് വരുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. So I was very disappointed and I couldn't sing for it. But I think after few months, he again called me. Of course, the manager called me and he said, "Ki onnu varan patto? There is a song. This time it was a Malayalam song." So I again reached. നമ്മളിപ്പോൾ ഇന്ന് എത്തിയ നാളെയാണ് റെക്കോർഡിങ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻഡ് ആയിരുന്നത്. ചെന്നൈയിലെത്തി ഞാൻ അവിടെ വിളിച്ചപ്പോഴേക്കും അവർ മാനേജർ പറഞ്ഞു, ശ്രീകുമാർ ഇന്ന് തന്നെ വന്നോളൂ, നമുക്ക് ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിൽ നേരെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തു. ഐ വാസ് ഫ്രീ ബൈ ഈവനിങ്. ദാറ്റ് വാസ് കനലുകളാടിയ ബ്യൂട്ടിഫുൾ സോങ്. നന്നായിട്ട് തോന്നുന്നു. അത് പാടുമ്പോൾ ഹി വാസ് ജസ്റ്റ് ട്രൈങ്. അപ്പോൾ 1-2 വരി എന്നെ പഠിപ്പിച്ചിട്ട് പിന്നെ പാടിയപ്പോൾ then he stopped me and he said, Shri, now this is now your song. So he was also testing അതുവരെ. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഓ എൻ്റെ ഓഡീഷൻ നടക്കായിരുന്നു ഇത്ര നേരം, എനിക്കറിയില്ലായിരുന്നില്ല. സോ അത് പിന്നെ അത് മുഴുവൻ പാടി അടുത്ത ദിവസം രാവിലെ ഐ അഗെയിൻ ഫെൽ സിക്ക്. സോ ഇഫ് വി ഹാഡ് കെപ്റ്റ് ദ റെക്കോർഡിംഗ് ഫോർ നെക്സ്റ്റ് ഡേ, അതും പോയിരുന്നു കയ്യിൽ നിന്ന്. സോ ബട്ട് ഇതിങ്ങനെ നടന്നു. സോ this was the journey in brief, what happened, how fortune, whatever changed. And that time also my focus was never to come to Kerala or south side alla. So in the party തിരിച്ചു പോയി. And but I would follow up, I would all give ചിലപ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ മാനേജറും അവരുടെ വിളിച്ച് പറഞ്ഞിരുന്നു, മുല്ല പാട്ട് is doing well. And I think it remained on top 5 for a couple of months. So and back then these things mattered. ഇന്നത്തെ കാലത്ത് no song remains on top charts unless there is a proper campaign behind that. So അതൊക്കെ I could ഫോളോ ചെയ്യണ്ടായിരുന്നു. അത് കുറച്ചിങ്ങനെ പേപ്പർ കട്ടിങ്സ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട്. ബട്ട് ദിസ് വാസ് മൈ എൻട്രി ഇൻ ടു ദ വേൾഡ് ഓഫ് വിദ്യാസാഗർ. പിന്നെ ചേട്ടനിപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു സംഗീതജ്ഞനാണ് സദനം രാജഗോപാലൻ സാർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയൂ, അദ്ദേഹത്തിന് ആ ഒരു സംഗീതം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, 2 പേരെയും കൂടി കാണാനായിട്ടാണെങ്കിൽ മ്യൂസിക് മോജോയുടെ പഴയൊരു എപ്പിസോഡിൽ 2 പേരും കൂടി വരുന്നുണ്ട്. അപ്പോൾ എടുത്ത് നോക്കണം അല്ലേ? യെസ് യെസ്. വീണ്ടും കണ്ടിട്ടുണ്ടാവും മിക്കവരും, പക്ഷെ എന്നാലും അച്ഛനെയും ആ മകനെയും ആ മകൻ്റെ ആ ഒരു അച്ഛൻ കൂടെ വരുമ്പോൾ ഉള്ളൊരു ഭയങ്കര സന്തോഷമുണ്ടല്ലോ, അതൊക്കെ കാണാം നമുക്ക്. പറയും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് പറയും. എന്താണ് വീട്ടിൽ പണ്ട് പാട്ട് പഠിക്കുമ്പോൾ സംഭവിച്ചിരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പാട്ടുകൾ അച്ഛൻ കേൾപ്പിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നിലുള്ള സംഗീതം മെയിൻലി അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. കുറച്ച് ജീൻസ്. ഇപ്പം എൻ്റെ അമ്മാവനും ചെണ്ട പ്ലെയറാണ്. സോ ഐ എം ഷുവർ അമ്മയുടെ അടുത്തും നൗ ഐ നോ അമ്മ ഓൾസോ ലവ്സ് മ്യൂസിക് ആൻഡ് ഷീ ക്യാൻ സിംഗ് ബട്ട് ഷീ നെവർ പെർസ്യൂഡ് ഇറ്റ്. So I'm sure all these genes got added to me, but main influences it has been അച്ഛൻ for me. അച്ഛൻ്റെ സംഗീതമാണ് കേട്ടിരിക്കണം. ഞാൻ ഡൽഹിയിലാണ് വളർന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ മ്യൂസിക് അത്ര കേട്ടിട്ടില്ല ഞാൻ. പിന്നെ വി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് മെനി റിസോഴ്സസ്. സോ കുറേ കസറ്റുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിലേക്ക് കൊല്ലത്തിലൊരു തവണ വരുമ്പോൾ 1-2 കാസറ്റ് വല്ലതും വാങ്ങിക്കും, പിന്നെ ഒരു കൊല്ലം അതന്നെ കേൾക്കുക. അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ റേഡിയോ ചിലപ്പോൾ കേൾക്കും. പിന്നെ ആ കാലത്തൊക്കെ ആഴ്ചയിൽ ഒരു തവണയാണ് ഒരു ചിത്രഹാരം വരുന്നത്, അത് 1/2 മണിക്കൂറിന് വേണ്ടിയിട്ട്. സോ ബട്ട്
you watch it only if you are allowed to and if you have completed your homework. Back then സത്യം. പല കണ്ടീഷൻസും ഉണ്ടാവും അങ്ങനെ. സോ മൈ മേജർ ഇൻഫ്ലുവൻസ് ഹാസ് ബീൻ അച്ഛൻ ഓൺലി. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ എണീക്കുമ്പോൾ അച്ഛൻ അവിടെ പാടുണ്ടാവും. അപ്പോൾ നമ്മൾ വൺ റൂം സെറ്റിലാണ് താമസം അന്നൊക്കെ. ഇപ്പോൾ ഉറങ്ങണ സ്ഥലത്ത് തന്നെയാണ് അച്ഛൻ രാവിലെ ഇരുന്ന് സാധകം ചെയ്യണം. അപ്പം ഞാൻ കുട്ടിയാകുമ്പോൾ അതിങ്ങനെ ഉറക്കത്തിന് എണീറ്റിട്ട് അച്ഛൻ്റെ മടിയിൽ പോയി കിടക്കും, അച്ഛൻ പാടിക്കൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എണീക്കും. അത് ഡെയിലിയാണ് എന്നും. അത് അച്ഛൻ്റെ പിന്നിലിങ്ങനെ പാട്ട്, അച്ഛൻ്റെ പാട്ട് ഇല്ല എന്ന് പറയണമെന്ന് വെച്ചാൽ അച്ഛൻ ട്രാവലിംഗ് ആവും. അപ്പോൾ വീട് അങ്ങനെ ഒരു സൈലൻ്റാണ്, സൈലൻ്റ് മോഡ്. അത് എനിക്കും അമ്മയ്ക്കും നമുക്ക് ആർക്കും ഇത് നമുക്ക് തന്നെ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് അച്ഛൻ്റെ പാട്ട് കേൾക്കാൻ്റെ രാവിലെ. അത് ജനിച്ച മുതൽക്ക് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ മെയിൻലി പാടുന്നത് കഥകളി സംഗീതമാണ്. കഥകളി സംഗീതം. പിന്നെ അച്ഛൻ ഹി വെഞ്ചേർഡ് ഇൻ ടു അതർ ഡാൻസ് ഫോംസ് ഓൾസോ. സോ ഹി സ്റ്റാർട്ടഡ് സിംഗിങ് ഫോർ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇതൊക്കെ. അപ്പോൾ ഈ പദങ്ങളാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കലൊന്നും ഉണ്ടായില്ല. ഞാൻ അത് നോർമലി അത് പോയിട്ട് ഡാൻസ് മ്യൂസിക് പഠിച്ചില്ല. പക്ഷേ എവറി ഡേ ദിസ് ഇസ് വാട്ട് ഐ എം ലിസണിങ് ടു. ആൻഡ് മോർ ദാൻ എനി അതർ കൈൻഡ് ഓഫ് മ്യൂസിക്. ഫിലിം മ്യൂസിക് ഇത്ര കേട്ടിട്ടില്ല. ഹാർഡ് കോർ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനൊന്നും ഞാൻ കേട്ടില്ല ആ ഫോമുലേറ്റീവ് ഇയേഴ്സിൽ. പിന്നെ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനാണ് കർണാടക സംഗീതം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ലേറ്റ് വേറെ സ്ഥലത്ത് പോയിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അച്ഛൻ്റെ ഈ ഇൻഫ്ലുവൻസ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. വിച്ച് ബിക്കെയിം എ റീസൺ ടു ഫോം ദ ബാൻഡ് സോപാനം ഓൺസംബിൾ. അത് ഞാൻ എന്നെ തിരയുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് മുട്ടിയതാണ് ഞാൻ ഇവിടെ. ഞാൻ എപ്പോഴും കേൾക്കുന്നത് ഇതെനിക്ക് ബൈ ഡിഫോൾട്ട്. എഗെയിൻ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല കഥകളി സംഗീതം, പക്ഷെ പദങ്ങൾ എന്നും കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ ആ സ്റ്റൈല്, ആ ഡ്രമാറ്റിക് വേ ഓഫ് എക്സ്പ്രസിങ്, ഒരു ഹീറോയിക് അല്ലേ? എല്ലാ രസങ്ങളും. അതെ. അപ്പം ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ട് അച്ഛൻ പാടുമ്പോൾ, അച്ഛനിപ്പോൾ ഒരു അജിത ഹരെ പാടുമ്പോൾ അങ്ങനെ വല്ലതും പാടുമ്പോൾ ആൾക്കാർ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ഞാൻ കുട്ടിയാകുമ്പോൾ ഞാൻ അങ്ങനെ അവർ നോക്കും, എന്താണോ കരയണപ്പോൾ. എനിക്കൊന്നും കണക്റ്റ് ആവില്ല അത് ആ പ്രായത്തിൽ. പക്ഷേ നൗ വെൻ സമ്മൺ സേസ് ദാറ്റ് ഞാൻ പാടുന്നതിൽ ഭയങ്കര ഫീലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അച്ഛനും അച്ഛൻ്റെ ആ മ്യൂസിക്കിനാണ്. എന്താ വെച്ചാൽ അച്ഛൻ നമ്മൾ ഡാൻസ് ഡ്രാമയ്ക്ക് പാടുമ്പോൾ സ്റ്റേജിൽ ഇമോട്ടാണ് ചെയ്യണത് നമുക്ക്, ആ പെർഫോമറിന് വേണ്ടിയിട്ട്. അച്ഛനൊരു പ്ലേ ബാക്ക് സിംഗ് എങ്ങനെയല്ല ചെയ്യണത് സ്റ്റേജിൽ, ആ ഡാൻസറിന് വേണ്ടി. പിന്നെ കഥകളിക്ക് പാടുമ്പോൾ എത്ര ഭാവങ്ങൾ കൊണ്ടുവരണം. അത് 9 നവരസങ്ങൾ മുഴുവനും അത് സ്റ്റേജിൽ കാണിക്കില്ലേ. ചിലപ്പോൾ ഓരോ ഭാവങ്ങൾ കൊണ്ടുവരുന്നത് അത് ഞാൻ പഠിക്കാതെ തന്നെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഉള്ളിലേക്ക് പോയിരിക്കണം. അപ്പം അതൊരു അനുഗ്രഹമാണ്. അതാണ് ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന അംഗീകാരം, അത് പ്രൈസ് കിട്ടുന്നതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും അങ്ങോട്ടാണ്, അവിടേക്കാണ്. അപ്പം ഞാൻ പലപ്പോഴും ഇന്നും പാടുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിലും ഇപ്പോൾ പാടുമ്പോൾ ഇപ്പോൾ ഞാൻ കാണാതെ പറഞ്ഞില്ല, ടുവേർഡ്സ് ദി എൻഡ് ആ ക്രിസൻറ്റ് വരുമ്പോൾ ആ എക്സ്പ്രസ് ചെയ്യുന്നത് അതെനിക്ക് ബൈ ഡിഫോൾട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ എടുക്കുന്നത്. അതെനിക്കറിയാം. ഞാൻ അച്ഛൻ കഥകളിപ്പദം പാടിയ പോലെയല്ല പറയണത്, പക്ഷേ എനിക്കറിയാം അച്ഛൻ്റെ ചില പദങ്ങൾ പാടുമ്പോൾ അച്ഛൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടാവണം, അത് എങ്ങനെയാണ് അച്ഛൻ ഓപ്പൺ ചെയ്യണത്, അതുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യാറ് നോർമലി മുകളിൽ പാടുമ്പോൾ. ആ ഇൻഫ്ലുവൻസാണ് അത് ബൈ ഡിഫോൾട്ട് വരും ഇപ്പോൾ അത് ഞാൻ പാടുമ്പോൾ. ഇപ്പോൾ എനിക്ക് അച്ഛൻ്റെ സംഗീതം, അച്ഛൻ്റെ പാട്ട്, ഇറ്റ് ഹാസ് റിയലി ഇൻഫ്ലുവൻസ്ഡ് മീ ലോട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചേട്ടൻ പല പാട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്ന ടച്ചസിനെ കുറിച്ച് പറഞ്ഞു. ഈ നന്നായിട്ട് ഈ സംഗതിന്നോ പ്ലാന്നോ ബ്രിഗാന്നോ എന്ത് പറഞ്ഞാലും ആ ടച്ചസ് കൊടുക്കണമെങ്കിൽ ആ പാട്ടിൻ്റെ അത് 2-3 രാഗങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ 2-3 രാഗങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം ആ പാട്ട്. ഈ രാഗങ്ങളെയൊക്കെ ഒരു ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നല്ലൊരു ടച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യമാണല്ലോ അത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചേട്ടൻ അങ്ങനെ ചേട്ടൻ്റെ പഠനത്തിൻ്റെ ആവാം, അച്ഛൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ആവാം, അച്ഛൻ രാഗങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ പാടുന്നത് ചേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാവാം ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. I agree to that. And nothing to add actually. നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം
So in this moment, whatever I am is a sum total of whatever I have been or whatever has happened to me in my past. അത് പിന്നെ കാൽക്കുലേറ്റീവ് ആയിട്ടല്ല ഉണ്ടാവുന്നത്. നമ്മൾ ഈ മൂമെന്റിൽ അതെല്ലാം വി ആർ ക്യാരിയിങ് ദാറ്റ്. അത് വന്നു പോകുന്നതാണ് പിന്നെ അത് സത്യം. അത് എക്സ്പീരിയൻസ് ചില ഭാവങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഫീൽ ആവുന്നത് ഞാൻ പാടുമ്പോൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല പാടുണ്ടാവുന്നത്. ഞാൻ പാടുമ്പോൾ നോർമലി ചോദിക്കുന്ന ഓവറോൾ മൂഡാണ്. അത് കഴിഞ്ഞാൽ പാടിയിട്ട് ആ സമയത്ത് ചിലപ്പോൾ നാച്ചുറലി വരും. അതെനിക്ക് തന്നെ ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണത്. അതൊരു ടേക്ക് നന്നായി ആ മൂമെൻറ്റിൽ അതിങ്ങോട്ട് വന്നു പോകും. അതിന് whatever you have practiced, whatever you have experienced, everything comes together. When it is happening a lot, I mean, if there is constant practice, if there is constant gaining of experience, when you are in action, it's like how Kohli hit that shot now. He was saying, ഇന്നലെ കൂടി ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയണത് കേട്ടു, ആ മൂമെൻറ്റിൽ he was just there in the moment. He would have never practiced that shot. But he would have practiced so many other shots. അതിൻ്റെ എല്ലാ ഒരു കോമ്പിനേഷൻ ആയിട്ട് ആ മൂമെൻറ്റിൽ അതുകൊണ്ട് സംഭവിക്കുന്നു. പിന്നെ ചോയ്സ് വരണമല്ലോ. അത് ഉള്ളിലുണ്ടാവുമല്ലോ. അത് നമ്മൾ ഒരു ക്രിയേറ്റീവ് ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയുമ്പോൾ ആകെ സപ്തസ്വരങ്ങൾ അല്ലെങ്കിൽ 12 സ്വരങ്ങൾ അതത്രയല്ലേ ഉള്ളൂ. അതെന്ന് പക്ഷെ നമ്മളിങ്ങനെ ഓരോന്ന് പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണില്ലേ. അതുപോലെ തന്നെയാണ് നമ്മളെ അറിവെല്ലാം അത് ചേർന്ന് ഒരു മൂമെൻറ്റിൽ എങ്ങനെ വരുന്നു. അത് നമ്മുടെ ഓണസ്റ്റി ഓൾസോ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഓണസ്റ്റി ഇൻ ദാറ്റ് മൂമെൻറ്റ്. ഇഫ് യു ആർ ഇൻവോൾവ് ഇൻ ദാറ്റ് മൂമെൻറ്റ്, ഇഫ് യു ആർ സിൻസിയർ ഇൻ ദാറ്റ് മൂമെൻറ്റ് ആൻഡ് ഇഫ് യു ഹാവ് ഡൺ യുവർ ഹാർഡ് വർക്ക്, ദെൻ ഇറ്റ് വിൽ സംഭവിക്കും. ചേട്ടാ, നമ്മൾ പ്രശാന്ത് പിള്ളയിലേക്ക് വരേണ്ട ടൈമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഹിറ്റ്സിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിലേക്ക് നമ്മൾ വെക്കേണ്ട ഒരു പേരാണ് പ്രശാന്ത് പിള്ളൈ എന്നുള്ള പേര്. അപ്പോൾ ഒരുപാട് ഹിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ധോനേന ഉണ്ട്, അല്ലെങ്കിൽ മധുമതി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഹിറ്റ്സ് ചേട്ടൻ പ്രശാന്ത് പിള്ളയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മുംബൈ സുഹൃത്തുക്കളായിരുന്നോ? സരിഗമപ കാലം മുതലുള്ള ഒരു സൗഹൃദമാണോ? ഇതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇവർ മുംബൈ കണക്ഷൻ, മുംബൈ ഗ്യാങ്, ഷെട്ടി ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് മുംബൈ ഗ്യാങ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത്. മുംബൈയിൽ വെച്ചുള്ള പരിചയമാണോ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടാണോ? എങ്ങനെയാണ് സൗഹൃദം സംഭവിക്കുന്നത്? അങ്ങനെ ഒരു പ്രീവിയസ് സൗഹൃദമില്ല. അത് ഞാൻ, ഇഫ് ഐ എം നോട്ട് റോങ്, ബോംബെയിൽ നിന്ന് ഡൽഹിക്ക് ട്രെയിൻ എടുത്ത് പോകുമ്പോൾ ജനറലി ആ കാലത്ത് പലപ്പോഴും നടന്നിരുന്ന ഞാൻ ബോംബെ പിന്നെ ബോംബെയിലുള്ളപ്പോൾ ഞാൻ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട്. അവരെപ്പോൾ വിളിക്കണം അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് പുറത്താവും. അപ്പം അങ്ങനെ ഒരു മൂമെൻ്റ് ആയിരുന്നു ഇത്. ഞാൻ ആ സ്റ്റേഷനിൽ മുംബൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇങ്ങോട്ട് വിട്ട് പോകുമ്പോൾ അപ്പോഴാണ് എനിക്ക് ഐ തിങ്ക് ഫേസ്ബുക്ക് തോന്നുന്നു, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം അങ്ങനെയോ ഏതൊരു സോഷ്യൽ മീഡിയ ത്രൂ ആണ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് പ്രശാന്തിൻ്റെ. അതാണ് ആദ്യമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ. എനിക്ക് പുള്ളി അറിയണ്ടായിരുന്നില്ല. സോ ഒരു പാട്ടുണ്ട്, വുഡ് ലൈക്ക് ടു കൊളാബറേറ്റ് വിത്ത് യു പറഞ്ഞിട്ട് എന്തോ പുള്ളി എഴുതിയിരുന്നു. ഞാൻ പിന്നെ ഡൽഹി പോയി. പിന്നെ ഡൽഹിയിലത്തെ എൻ്റെ ഫാമിലി വിസിറ്റ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന്, പുള്ളി ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. ഓക്കെ. ഞാൻ എന്നിട്ട് ചെന്നൈയിലേക്ക് പോയിട്ട് ആദ്യമായിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു പാട്ട് വല്ലതും അയച്ചു തരുന്നുണ്ടോന്ന്. അപ്പം ഞാൻ കേട്ടോട്ടെ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട, യു ജസ്റ്റ് കം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ചെന്നൈയിൽ റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇയാളെ കാണുന്നതെന്ന് ഞാൻ. ആൻഡ് ദാറ്റ് വാസ് എ സോങ് ഫോർ ലിജോ ജോസ് പെലിശ്ശേരീസ് സിറ്റി ഓഫ് ഗോഡ്, നീ അകലെയായോ എന്നുള്ള പാട്ട്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എവർ ഇൻട്രാക്ഷൻ വിത്ത് ദിസ് ഗായ്. സ്റ്റുഡിയോയിൽ പോയിട്ടാണ് പുള്ളി പാട്ട് തന്നെ എനിക്ക് പറഞ്ഞു തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പാട്ട്. ആൻഡ് ദെൻ ഐ സീ ഹി ഹാഡ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഔട്ട് ഓഫ് എ സിംഗർ. നമ്മൾ പാടി, ആൻഡ് ദാറ്റ് ഇസ് സ്റ്റിൽ ആക്ച്വലി വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ദാറ്റ് ഐ ഹാവ് സങ്. അത് പക്ഷെ അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു സ്റ്റൈലുള്ളൊരു പാട്ടാണ് അല്ലേ? നമ്മൾ അതെ, മലയാള സിനിമയിൽ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പാട്ട്. അതെ അതെ. അപ്പോൾ അത് ഇന്നും അത്ര ആൾക്കാർ കേട്ടിട്ടില്ല. ബട്ട് ദാറ്റ്സ് എ വെരി നൈസ് സോങ്. ഐ പേഴ്സണലി റിയലി ലൈക്ക് ദാറ്റ് സോങ്.
ആൻഡ് അതിൽ കുറച്ച് പാടുമ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നടത്തി നമ്മൾ. ദാറ്റ്സ് വെയർ ഇറ്റ് ബിഗാൻ ഫ്രം. അത് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ സോളമനും ശോഷനെയും പാടാൻ വേണ്ടി വിളിച്ചത്. അപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു, ബോംബെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ. പക്ഷെ അവൻ ചെന്നൈയിലല്ല ഉണ്ടായിരുന്നത്, അവൻ വേറെ എവിടെയായിരുന്നു. ഐ ഡോണ്ട് നോ വേർ ഹി വാസ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല ഒരിക്കലും. പിന്നെ അത് പാടുമ്പോൾ അവൻ കൂടില്ല. അത് എന്നോട് ആകെ വിളിച്ച് പറയണത് ഇത് പലരും പാടി റിജക്റ്റ് ആയ പാട്ടാണ്. അപ്പോൾ ദ ഡയറക്ടർ ഈസ് വെരി പെർട്ടിക്കുലർ. അപ്പോൾ ലിജോനായിരുന്നു അത് പിന്നെയും ഡയറക്ടർ അതിൻ്റെ. സോ പിന്നെ ഞാൻ പാടിയപ്പോൾ ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ ദം. ആൻഡ് അപ്പോൾ അതോടുകൂടി പിന്നെയും നോ മോർ ഇൻട്രാക്ഷൻസ്. പിന്നെ ഞാൻ സോപാനം എൻസെമ്പിൾ മ്യൂസിക് മോജോന് വേണ്ടി ചെയ്തതിന് ശേഷമാണ് he reached out. He wanted to collaborate. He had some independent ideas. So അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് ഗുഡ്ഗാവിലായിരുന്നു. സോ പുള്ളി പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ, അവൻ പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് പോകാൻ. ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ, വാട്ട് ഇൻഡസ്ട്രി ഈസ് ദർ ഇൻ ബാംഗ്ലൂർ? സോ ആൻഡ് ദാറ്റ് വാസ് വൺ ടൈം when I was thinking should I ആ സമയത്ത് ചേട്ടൻ ബോളിവുഡ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു തോന്നല്ലേ? അല്ല, ഞാൻ ബോളിവുഡ് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോംബെ വിട്ടു 2009-10 ഞാൻ ബോംബെ വിട്ടു, ചെന്നൈയിൽ പോയി. സോ എനിക്ക് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ പറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കേട്ടത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി പറഞ്ഞാൽ ലൈക്ക് നോർത്ത് ഇന്ത്യന് വേണ്ടിയിട്ട് ബോംബെ ആണെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെന്നൈ ആണ്. അത് പഴയ കാലത്തെ മെൻറ്റാലിറ്റി, അത് ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ 4-5 ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. പക്ഷെ അന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഗുഡ്ഗാവ് അല്ലെങ്കിൽ നോയിഡ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ മുംബൈയിലുള്ള പോലെ തന്നെ കുറെ വലിയ സ്റ്റുഡിയോസിനെയും ഓഫീസുകളും സ്റ്റുഡിയോകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനാണോ അങ്ങോട്ട് പോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ ഗുഡ്ഗാവിലേക്ക് പോയത് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മ്യൂസിക് മോജോന് മുമ്പേ when I realized that Sopana Sangeetam is something which I've been hearing a lot or I've heard a lot during my formative years, I decided to focus on my band. So ഞാൻ ഡൽഹിയിൽ പോയിട്ട്, because Achan was in Delhi, so I looked for musicians from Delhi. Okay. So then I had a band which had keyboardists from Bihar, bassist from Punjab, percussionist from Assam, guitarist from Assam, percussionist from Kolkata, West Bengal. അങ്ങനെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ അവരെല്ലാം ഒരുമിച്ചാക്കി ബാൻഡിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഞാൻ ഫിലിം സംഗീതം വിട്ടു എൻ്റെ മനസ്സിൽ. നൗ ഐ വിൽ ഫോക്കസ് ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോയത്. ആ സമയത്താണ് ഇവനെ വിളിച്ചിട്ട് കം ടു ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വിചാരിക്കണത് ഇഫ് ഐ വാണ്ട് ടു ഡു ഫിൽം മ്യൂസിക് ഐ ഈദർ ഗോ ടു കേരള വേർ ഐ ഹാവ് ഡൺ കപ്പിൾ ഓഫ് സോങ്സ് ഓർ ഐ ഗോ ബാക്ക് ടു ബോംബെ. ബോംബെയിൽ ഇത്രയും കാലം ഉള്ള കാരണം കുറച്ച് ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ബാംഗ്ലൂർ എന്ത് ചെയ്യാനാണ്? ബട്ട് ഹി കൺവിൻസ്ഡ് മീ. ഹി സെഡ് ദെയർ ആർ സം ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സ് ഹി വാണ്ട്സ് ടു ഡു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ കുറച്ച് ആലോചിച്ചതിന് ഐ തോട്ട് കുറച്ച് എപ്പോഴും ഈ ഒരു പ്രാന്ത് കുറച്ചുണ്ട്. ഇങ്ങനെ എക്സ്പെക്റ്റഡ് വഴികൾ കൂടെ പോകാൻ്റെ അൺഎക്സ്പെക്റ്റഡായി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചാലഞ്ച് ആകുമ്പോഴാണ് എന്തിനും പുതിയത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതോടൊക്കെ ചെയ്തു നോക്കാം, ബാംഗ്ലൂർ ഷിഫ്റ്റായി നോക്കാം. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് വന്നതാണ്. എന്നിട്ടാണ് പിന്നെ പ്രശാന്തിൻ്റെ കൂടെ വർക്ക് കൂടിയത്. പിന്നെ സോ നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സ് ചെയ്യാനാണ് തുടങ്ങിയത്. വി വർക്ക്ഡ് ഓൺ ഫ്യൂ തിങ്സ്. ചിലത് നമ്മൾ റിലീസും ചെയ്തു, പക്ഷെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഒന്നും റിലീസായില്ല ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ്. പക്ഷെ അതിനിടയ്ക്ക് ഈ സിനിമകൾ ഓരോന്നായിട്ട് 1-2 ഇങ്ങനെ പോപ്പപ്പ് ആയി. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വെൻ ലൈക്ക് ചന്ദ്രേട്ടൻ എവിടെയാ, അങ്കമാലി ഡയറീസ്, സഖാവ്, വേറെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ സിനിമകളുണ്ടായിരുന്നു. അത് so because I was there I was part of his integral team, so music making process ന്റെ ഒരു ഭാഗമായിട്ട് I was always around.
അപ്പോൾ പലപ്പോഴും നമ്മൾ ഇരുന്ന് അവൻ കമ്പോസ് ചെയ്യുമ്പോൾ അല്ല അവൻ ട്യൂൺ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചിങ്ങനെ അപ്പോൾ ചിലപ്പോൾ ഉണ്ടാകും ചിലത് ഐ മീൻ നോട്ട് എവറിത്തിങ് ബട്ട് ഐ എം സെയിങ് സംടൈംസ് സർട്ടൻ കോമ്പോസിഷൻസ് വുഡ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന രീതി ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ഇരുന്ന് നമ്മൾ വി ഹാഡ് കോമൺ ഇൻട്രസ്റ്റ്, വി ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ സൈക്കോളജി ഓർ സ്പിരിച്വാലിറ്റി ആൻഡ് അപ്പോൾ വി വുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്, വി വുഡ് ഇൻട്രാക്ട്. പിന്നെ അതിൻ്റെ ഒരു ഹൈ എന്നാണ് പെട്ടെന്ന് പോയിട്ട് നമ്മൾ മ്യൂസിക് പലപ്പോഴും ചെയ്തിരുന്നത്. ആൻഡ് അവർ മ്യൂസിക് സെഷൻസ് വുഡ് ബി ലൈക്ക് ഹാഫ് ആൻ അവർ 40 minutes അത്രേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള സംഭവം നമ്മൾ കിട്ടും. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഈ പ്രൊജക്ട്സ് ആയിട്ട് ബിക്കോസ് വി വർ ഇൻ ദ സെയിം സിറ്റി ആൻഡ് വി വർ വർക്കിംഗ് ഓൺ അതർ തിങ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പോൾ ഇത് വന്നു, അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ നടന്ന ഈ കാര്യങ്ങൾ നടന്നു. പക്ഷേ പ്രശാന്ത് പിള്ളയുടെ ഈ റൊമാൻസ് ഉള്ള സോങ്സ് ഇല്ലേ, ഇപ്പോൾ റൊമാൻറ്റിക് സോങ് നമ്മൾ പറയുന്ന കാറ്റഗറിയിലാണെങ്കിൽ റിപ്പീറ്റഡ്ലി കൊളാബറേറ്റ് ചെയ്യുന്ന 2 പേരുകൾ, ഒന്ന് പ്രീതി പിള്ളയും ഒന്ന് ശ്രീകുമാർ വാക്കീലുമാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര നിങ്ങൾ 3 പേര് ഒരുമിച്ച് കണ്ടാൽ തന്നെ നമ്മൾ ആരാധകർക്കൊരു സന്തോഷമാണത്. മറ്റേ നമ്മളുടെ ഹരിശ്രീശവൻ ചേട്ടൻ്റെ ഒരു പടത്തിൽ പറയുന്നില്ല, ഇന്ന് ഈശി പൂച്ചോടാന്ന് പറയില്ല എന്ന് പറയുന്നൊരു സീനാണ്. അപ്പോൾ നമ്മൾ അങ്കമാലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അങ്കമാലിയുടെ സമയത്താണ് ചേട്ടന് ശബ്ദത്തിനൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ആ കാലം തള്ളി നീക്കാനായിട്ട്? വളരെ പ്രശ്നത്തിലായിരുന്നു അത് സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ അങ്കമാലിയിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നായകൻ്റെ റൊമാൻസ് വരുമ്പോഴൊക്കെ ചേട്ടൻ്റെ ശബ്ദവും നായകൻ ആഘോഷം വരുമ്പോഴൊക്കെ അങ്കമാലി പ്രാഞ്ചേട്ടൻ്റെ ശബ്ദമാണ് നമ്മൾ ആ സിനിമ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അതും എനിക്ക് തോന്നുന്ന അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു തൊണ്ടയ്ക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞാൻ പഠിപ്പിച്ചിരുന്നു ആ സമയത്ത്, ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. സോ ജനറലി ഐ ഡോണ്ട് യൂസ് മൈ വോയിസ് മച്ച്. പിന്നെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, അപ്പോൾ 1-to-1 interaction is still fine. Other than now you can see when I'm talking for a longer time, it tend to impact my voice, which is also why sometimes I avoid interviews. അത് കാരണം. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ യു നീഡ് ടു റേസ് യുവർ വോയിസ്. അങ്ങനെ ഒരു കൊല്ലം പഠിപ്പിച്ചതിൻ്റെ ഇഫക്റ്റായിരുന്നു. തൊണ്ടയിൽ നോഡ്യൂൾസ് തുടങ്ങി. അപ്പോൾ താങ്ക്ഫുള്ളി ഇറ്റ് ഗോട്ട് ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലി ഡേയ്സ്. സോ ബിക്കോസ് ഓഫ് വിച്ച് സർജറി വരെ പോകേണ്ടി വന്നില്ല. ഓക്കെ. ഇപ്പോൾ തെറപ്പി യൂസ് ചെയ്ത്, വോയിസ് തെറപ്പി യൂസ് ചെയ്തിട്ട് അത് കുറച്ച് മാസങ്ങൾ. ബട്ട് ദ ഡോക്ടർ ഹാഡ് ടോൾഡ് മീ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ഐ ഹാഡ് ഡിസൈഡഡ് ദാറ്റ് ഐ ഹാഡ് ഗിവൻ മൈസെൽഫ് ടൈം. ഒരു 2 കൊല്ലം നത്തിങ്, പാടില്ല ഇനി. ആൻഡ് ഇതിൽ തന്നെ ആൻഡ് വാട്ട് എവർ ഐ നീഡ് ടു ഫൈൻഡ് അതർ വേസ്. സോ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ്, ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ബിറ്റ് ഓഫ് കമ്പോസിങ്. ആൻഡ് അവന് വേണ്ടിയിട്ടും പ്രശാന്തിന് വേണ്ടിയിട്ടും അഡീഷണൽ അറേഞ്ച്മെൻറ്റ് വല്ലതും അങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെയും ഐ യൂസ് ടു ട്രൈ ആൻഡ് കോൺട്രിബ്യൂട്ട് ദയർ. അങ്ങനെയുള്ള ഫോക്കസ്ഡിലായിരിക്കുമ്പോഴാണ് ഈ പ്രൊജക്ട്സ് വരുന്നത്, സഖാവും പിന്നെ അങ്കമാലി. അപ്പോൾ പാടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല, പക്ഷെ കമ്പോസിങ്ങിൻ്റെ ഐ വാസ് പാർട്ട് ഓഫ് ദ കമ്പോസിങ് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ വെറുതെ പാടി കൊടുത്തതാണ് ഈ പാട്ടുകളൊക്കെ. പക്ഷെ അത് ഞാൻ പാടി കൊടുത്തപ്പോൾ ലിജോന് തന്നെ മതി, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് കാരണം പിന്നെ എനിക്കപ്പോൾ അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പേഴ്സണലി യെസ്, മോർ ദാൻ ദ ഫിസിക്കൽ ഇഷ്യൂ വിച്ച് ആസ് ഐ സെഡ് താങ്ക്ഫുള്ളി ഏർലി ഡേയ്സ് ഡിറ്റക്ട് ചെയ്ത കാരണം, ബട്ട് മോർ ചാലഞ്ചിങ് വാസ് ദി മെൻ്റൽ ഇഷ്യൂ. സോ to seclude myself in a way normally I am not seen much. So and in the industry we have this saying, if you are not seen you won't be entertained. I mean there's something like that. The more you are seen, the more you are visible in the work scenario also. കൂടുതലായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കറക്റ്റ്. അപ്പോൾ അതല്ലെങ്കിൽ തന്നെ കുറവാണ്. പിന്നെ ഇതുകൂടി വന്നപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ഐ യൂസ് ടു ക്ലോസ് മൈസെൽഫ് ഫ്രം ഈവൻ ഫാമിലി. അപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കില്ല. പിന്നെ മുറിയിൽ ഫോർ ഡേയ്സ് ഐ എം ജസ്റ്റ് ക്വയറ്റ് ആൻഡ് ഐ ഡോണ്ട്. സോ വെൻ യു ആർ ആബ്സല്യൂട്ട്ലി ക്വയറ്റ്, ഇറ്റ് ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മെഡിറ്റേഷൻ, you know. And a lot became easier because of my Buddhist
practice. I have been practicing Buddhism since 2005. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം ഇറ്റ് വാസ് സ്റ്റിൽ ഈസിയർ ഫോർ മീ ടു control my mind and channel my energy. Otherwise, suddenly to just be quiet and not meet or mingle with anyone would have been really challenging. But because of that, whatever training I received in the last decade or more, it became a bit easier. But still, it was traumatic in many ways, because when you're not meeting anyone, when we are social species, now we need each other to bring our best out. So to stay motivated, to stay encouraged, to continue with your daily things, all that became challenging. So I used to try I used to try and channelize my energy to other things, but yeah, I really closed down and samsarikande, but that helped. So one of the biggest good you can do for your voice, if you care about your voice, is just quiet. There is no better medicine. Body താനെ റീകൂപ്പ് ചെയ്യും, നമുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ആ തിയറി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാതിരുന്നത്. സോ അത് കാരണം പെട്ടെന്ന് ഐ സ്റ്റാർട്ട് റിക്കവറിങ്. സോ ഐ യൂസ് ടു ഡു മൈ തെറപ്പി, ഡോക്ടർ വിസിറ്റ്സ്, എക്സസൈസസ്, ആൻഡ് ദെൻ വായ തുറക്കുമ്പോൾ ഐ ഹാവ് ടു എൻഷുർ അത് കറക്റ്റ് ടെക്നീക്കിൽ ഐ നീഡ് ടു bring my voice out, otherwise I should be quiet. അങ്ങനെ. സോ അതിനിടയ്ക്ക് ഈ പാട്ടുകൾ പാടിയപ്പോൾ യെസ്, ആസ് ഐ സെഡ്, they wanted me to sing the original also. അപ്പോൾ അങ്ങനെ ഇത് സംഭവിച്ചു പോയതാണ്. ശബ്ദം പ്രശ്നമാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരാഗ്രഹം, നമ്മുടെ ധോനേനയുടെ ഡെമോ ലിറിക്സ് ഇട്ട് ചേട്ടൻ പാടിയ വേർഷൻ തന്നെയാണല്ലോ ഇപ്പോഴും പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഡെമോ ലിറിക്സ് ഉള്ള डेमो लिरिक्स, दो नैना परिंदे इश्के रवा, दो नैना परिंदे इश्के रवा रारी रुरिंदिरारा तरारी ररारी ररा, दो नैना. അതല്ലേ സത്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാവട്ടോക്ക് വരുന്നത് അല്ലേ? പി എസ് റഫീഖ് അല്ലേ? പി എസ് റഫീഖ് അല്ലേ എഴുതുന്നത്? ചേട്ടാ എന്നും കേൾക്കുന്ന സംഗീതം അല്ലെങ്കിൽ എന്നും കേൾക്കുന്ന എന്താണെന്ന് കൂടി പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഒരു സംസാരം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തോന്നുന്നു. എന്നും കേൾക്കുന്ന സംഗീതം ഇറ്റ് ഈസ് നെവർ ദ സെയിം. ഞാൻ കേൾക്കുന്ന സംഗീതം പലപ്പോഴും എൻ്റെ മൂഡിനനുസരിച്ചാണ്. അത് എന്തും ആവും. ഇറ്റ് കുഡ് ബി യേബ, ഒരു ജാസ് സ്റ്റൈലിലേക്കും പോവാം, ഓർ ഇറ്റ് കുഡ് ബി കോക്ക് സ്റ്റുഡിയോ പാകിസ്ഥാൻ, ഇറ്റ് കുഡ് ബി ബാബുക, ഇറ്റ് കുഡ് ബി ഗസൽ, വേറെ ഹിന്ദി ഗസൽ. ഇപ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ ഐ വാസ് ലിസണിങ് ടു ഓൾഡ് മലയാളം ക്ലാസിക്സ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് കേൾക്കുന്ന മ്യൂസിക് അങ്ങനെ എനിക്കില്ല. എനിക്ക് തോന്നുമ്പോൾ ഒക്കെ കേൾക്കും. പിന്നെ ഞാൻ സംഗീതം പലപ്പോഴും കേൾക്കുന്നത് ഒരു എൻവയൺമെൻറ്റിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എൻവയൺമെൻറ്റ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ്, ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പോൾ മ്യൂസിക് കേൾക്കും, ഞാൻ കേൾക്കില്ല. ഓക്കെ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് സൈലൻസിലാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തരത്തിലുള്ള മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഐ വുഡ് ജസ്റ്റ് പ്ലേ ലോഫൈ, ഏതെങ്കിലും യൂട്യൂബ് മ്യൂസിക്കിൽ പോയിട്ട് ഒരു ലോഫൈ 1 hour വെച്ചിട്ട് സർട്ടൻ മ്യൂസിക് വിച്ച് ഡസൻറ്റ് ചേഞ്ച് മച്ച്. സോ then I'm able to focus on something what I'm doing. Okay. If I want something powerful, then I would listen to an AC/DC or a Dream Theater അങ്ങോട്ട് പോകും. So I do not have anything like a go-to playlist ഇല്ല എനിക്ക്. എൻ്റെ മൂഡിനനുസരിച്ച് കേൾക്കാം. ബട്ട് ഇറ്റ് വിൽ ബി എ ബാലൻസ് വൺ. ഐ കാൺട്ട് പ്ലേ മ്യൂസിക് ദ ഹോൾ ഡേ. കുറേ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരം സൈലൻസ് വേണം. അത് ആ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതെനിക്ക്. അപ്പോൾ സൈലൻസിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡ് വർക്കാവുള്ളത്. ആ മൈൻഡ് വർക്കാവാൻ എനിക്ക് ഇൻട്രപ്ഷൻസ് പാടില്ല 4 പേരും.
അപ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് all creative things happens. So that, and especially when I'm so physical workout ആകുമ്പോഴും my mind is active, so I don't listen to music, so that അത് ഡൈവേർട്ട് ആവാണ്ടിരിക്കാൻ, ഡൈഗ്രസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് I keep it silent. So അതിൽ തന്നെ it becomes, with the thoughts itself it became so much. Sometimes I'm thinking about future or I'm planning for something. അതിൻ്റെ എനർജി തന്നെ വർക്കൗട്ട് നന്നായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല. So yeah, I do not have a direct answer for you. I would listen anything random. It just depends on my mood. അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. Thank you, Setu, for having me here. It was really nice talking to you. And all the best for all that you wish to accomplish Thank you. in your journey. Thank you.